വായിക്കാമോ? റോമ 8:38-39 അവർക്ക് വായിച്ചേ. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപെടുത്താൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പൗലോസ് പറയണം, മരണം വന്നാലും ജീവിച്ചിരുന്നാലും ഈശോയുടെ സ്നേഹത്തിൽ ഞാൻ പോകത്തില്ല. ആഴത്തിനോ ഉയരത്തിനോ കഴിഞ്ഞ കാലത്തിനോ വരുന്ന കാലത്തിനോ സൃഷ്ടികൾക്കോ അധികാരങ്ങൾക്കോ ദൂതന്മാർക്കോ ഒരു ശക്തികൾക്കും ഈശോയിലുള്ള എന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പറിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. തൊട്ടുമുമ്പുള്ള വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നഗ്നത വരട്ടെ, പട്ടിണി വരട്ടെ, വാള് വരട്ടെ, കാരാഗ്രഹം വരട്ടെ, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ പറിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ പറയണം. ഈശോയുടെ സ്നേഹത്തിൽ നമ്മളിങ്ങനെ പറിച്ചെടുക്കാൻ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്ന ഒത്തിരി ടീമുകളുണ്ട് നമ്മുടെ ചുറ്റും. ചിലപ്പോൾ നമ്മുടെ വേദനകളായിരിക്കാം, പിശാചായിരിക്കാം, പാപങ്ങളായിരിക്കാം, നമ്മുടെ ഉള്ളിലൊരു നിരാശയായിരിക്കും, ഇതൊന്നും ശരിയാവത്തില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം, എനിക്ക് ഒരു അനുഗ്രഹം കിട്ടത്തില്ല എന്നുള്ളൊരു നിരാശയായിരിക്കും. അങ്ങനെയൊക്കെ വരാറില്ലേ? ചിലപ്പോൾ കുറേ നാൾ പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടുന്നില്ല, മതി, ഒരു നിരാശ വരികയാണ്. ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ പറിച്ചെടുക്കും. നിങ്ങൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരു സങ്കടം വീട്ടിൽ സംഭവിക്കുകയാണ്. ആ സങ്കടം പോലും ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങളെ പറിച്ചെടുക്കരുത്. പറിച്ചെടുക്കാൻ ഈ സങ്കടം പരിശ്രമിക്കും, പറിച്ചെടുക്കാൻ ഈ പിശാച് പരിശ്രമിക്കും, പറിച്ചെടുക്കാൻ ഈ പ്രലോഭനങ്ങൾ പരിശ്രമിക്കും. തോറ്റുകൊടുക്കരുത്. ഈശോയിലുള്ള വെളിപ്പെട്ട സ്നേഹത്തോടെ ഇതിന്റെ മേലെല്ലാം നമ്മൾ പൂർണ്ണ വിജയം കണ്ടെത്തിയിരിക്കുന്നു. വളരെ പറഞ്ഞേ ഹല്ലേലൂയ.